നമസ്കാരം. കൊച്ചി വടുതലയിൽ അഞ്ചംഗ കുടുംബം ജീവനൊടുക്കിയ സംഭവത്തിൽ ഞെട്ടലുളവാക്കിയതുപോലെ തന്നെ ചില ദുരൂഹതകളും അതിൽ നിലനിൽക്കുന്നുണ്ട്. ആരോടും പറയാതെ വീട്ടിൽ നിന്ന് മക്കളെയും കൊണ്ട് ഇറങ്ങിപ്പോയ അശ്വതി കൊച്ചിയിൽ ഒളിവ് ജീവിതത്തിന് സമാനമായ ജീവിതമാണ് നയിച്ചിരുന്നതെന്ന സംശയമാണ് നിലവിലുള്ളത്. തിരുവനന്തപുരം പൂവച്ചൽ പൂജാ നിലയത്തിൽ പരേതനായ അക്ഷതിന്റെ ഭാര്യ അശ്വതി, മക്കൾ കാർണിവൻ, കീർത്തിവൻ, അക്ഷിത, അശ്വതിയുടെ മാതാവ് ശ്രീകുമാരി എന്നിവരാണ് മരിച്ചത്. അശ്വതിയുടെ വീട് വിളപ്പിൽശാലയിലാണ്. അക്ഷത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ആത്മഹത്യ ചെയ്ത 8-ാം മാസമാണ് ഭാര്യയും മക്കളും അടക്കമുള്ളവരുടെ കൂട്ടമരണം. അക്ഷതിന്റെ മരണം കഴിഞ്ഞ് 1 മാസം പോലും തികയുന്നതിന് മുൻപാണ് അശ്വതി മക്കളെയും കൂട്ടി വീട്ടിൽ നിന്ന് പോയതെന്ന് അക്ഷതിന്റെ അമ്മ ഉഷ പറയുന്നു. ഭർത്താവിന്റെ വീട്ടുകാരുമായി അശ്വതി സ്വരച്ചേർച്ചയിലായിരുന്നില്ല എന്ന വിവരവുമുണ്ട്. ഇതായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ കാരണം. എന്നാൽ അശ്വതി പോയത് സ്വന്തം വീട്ടിലേക്ക് ആയിരുന്നില്ല. കൊച്ചിയിൽ വീട് വാടകയ്ക്കെടുത്ത് ഇവർ നയിച്ചിരുന്നതും ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു. അക്ഷതിന്റെ ആത്മഹത്യയ്ക്ക് ശേഷം വീട് വിട്ടിറങ്ങിയ അശ്വതി ഒരിക്കൽ പൂവച്ചലിലെ വീട്ടിലെത്തി സ്വന്തം സാധനങ്ങൾ എടുത്ത് മടങ്ങുകയും ചെയ്തിരുന്നു. ഇത് പക്ഷേ ഉഷ ഇല്ലാതിരുന്ന സമയത്തായിരുന്നു അകത്ത് കയറിയത്. ഉഷ താമസിക്കുന്നതൊഴികെ വീട്ടിലെ മുഴുവൻ മുറികൾ അന്ന് പൂട്ടിയിടുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് ഉഷ പോലീസിൽ പരാതി നൽകിയിരുന്നു. 3 തവണയായിരുന്നു ഉഷ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി പോലീസിന് നൽകുന്നത്. അശ്വതിയുടെ അമ്മ ശ്രീകുമാരി വിളപ്പിൽശാലയിലെ വീട്ടിലായിരുന്നു താമസം. ശ്രീകുമാരിയുടെ പേരിൽ വർഷങ്ങൾക്ക് മുൻപ് സ്ഥലം വാങ്ങി അക്ഷിതിന്റെ കൂടി സഹായത്തോടെയാണ് ഇവിടെ വീട് വെക്കുന്നത്. അക്ഷിത് മരിക്കുന്നതിന് മുൻപ് അശ്വതിക്കും മക്കൾക്കൊപ്പം ഇവിടെ വന്ന് ഇടയ്ക്ക് താമസിച്ചിരുന്നു. പച്ചക്കറി വ്യാപാരിയായിരുന്നു അശ്വതിയുടെ ഭർത്താവ് അക്ഷിത്. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ അശ്വതിയുടെ ഈ വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയായിരുന്നു. ഏറെ നാൾ അടച്ചിട്ട ശേഷമായിരുന്നു ഈ വീട് വാടകയ്ക്ക് നൽകിയിരുന്നത്. ഈ സമയത്ത് അമ്മ ശ്രീകുമാരി ബന്ധു വീട്ടിലായിരുന്നു കഴിഞ്ഞത്. പിന്നീട് കൊച്ചിയിൽ താമസം ആരംഭിച്ചപ്പോഴാണ് അശ്വതി അമ്മയും കൂടെ കൂട്ടുന്നത്. ആരും താമസിക്കാതെ വീട് നശിച്ചു പോകുന്നു എന്ന സാഹചര്യത്തിലാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് കണ്ടുമുട്ടിയ അശ്വതിക്കും കുടുംബത്തിനും വീട്ടുടമ താമസിക്കാനായി വീട് നൽകുന്നത്. 2 മാസത്തേക്കായിരുന്നു കരാർ. ഇതിന്റെ പണവും നൽകിയിരുന്നു. മാർച്ച് 20-ന് ഇവർ ഒഴിയേണ്ടതായിരുന്നുവെന്നാണ് വിവരം. 2 മാസമായി അശ്വതിയും കുടുംബവും ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും അയൽവാസികളുമായി കാര്യമായ ബന്ധമുണ്ടായിരുന്നില്ല. ടാക്സിയിൽ പുറത്തേക്ക് പോകുന്നതും വരുന്നതും മാത്രമാണ് അയൽക്കാരും കണ്ടിട്ടുള്ളത്. ഭർത്താവിന്റെ മരണവും പിന്നാലെയുണ്ടായ പ്രശ്നങ്ങളും ഇവരെ തളർത്തിയിരുന്നതായിട്ടാണ് വിവരം. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മരുന്നുകളും മറ്റും കണ്ടെത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് നൽകിയ പാനീയത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. അശ്വതിയും ഭർത്താവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം കുടുംബ ബന്ധത്തെ ഉലച്ചിരുന്നതായും പറയപ്പെടുന്നു. അക്ഷതിന്റെ മരണശേഷം വസ്തു സംബന്ധമായിട്ടുള്ള തർക്കവും ഭർത്തൃമാതാവുമായി നിലനിന്നിരുന്നു. അക്ഷതിന്റെ കാർ ഉൾപ്പെടെയുള്ള 3 വാഹനങ്ങൾ വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായി ഉഷ പോലീസിൽ പരാതി നൽകിയിരുന്നു. അശ്വതിയുടെ അച്ഛൻ കല്ലിയൂർ സ്വദേശി സുരേന്ദ്രൻ നായരും കുടുംബവുമായി അകന്നു കഴിയുകയാണ്. സഹോദരൻ അരുൺലാൽ കിളിമാനൂരിൽ താമസിക്കുന്നുണ്ട്. കാലടി സ്വദേശിയാണ് ശ്രീകുമാരി. കൊച്ചിയിലെത്തിയ ശേഷം മൂത്തമകൻ കാർണിവിനെ അശ്വതി സ്കൂളിൽ ചേർത്തിരുന്നില്ല. തിരുവനന്തപുരം ചാരുപാറ വിശ്വദീപ്തി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന കാർണിവിന് ചികിത്സ നൽകുന്നുണ്ടെന്നും ഇവർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ വടുതലയിലെ വീട്ടിൽ ഇവർ ആരുമായി അധികം സമ്പർക്കം പുലർത്തിയിരുന്നില്ല. അയൽവാസികളുമായും ബന്ധം സ്ഥാപിക്കാത്തതും ഇവർ ഒറ്റപ്പെട്ട് കഴിയാനാണ് ശ്രമിച്ചിരുന്നത് എന്ന സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വിളപ്പിൽശാലയിലുള്ള അശ്വതിയുടെ വീടിന്റെ വാടക UPI വഴിയായിരുന്നു വാങ്ങിയിരുന്നത്. ഇടയ്ക്ക് ഫോണിൽ വിളിക്കാറുണ്ടായിരുന്നെങ്കിലും അടുത്ത കാലത്തായി അശ്വതി വിളിച്ചിരുന്നില്ല എന്ന് ഇവിടെ താമസിക്കുന്ന വാടകക്കാരായ സന്ധ്യയും ഭർത്താവും പറയുന്നു. മൊബൈൽ ഫോൺ രേഖകളും ബാങ്ക് ഇടപാടുകളും പരിശോധിക്കുന്നതിലൂടെ മാത്രമേ കൊച്ചിയിലെ ഇവരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. ചികിത്സയ്ക്കായി എത്തി എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവർ ആശുപത്രിയിൽ പോയിരുന്നു എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിലെ 5 പേർ ഇല്ലാതായ വാർത്ത തിരുവനന്തപുരത്ത് ഇവരുടെ ജന്മനാടിനെയും ഒരുപോലെ നടുക്കിയിരിക്കുകയാണ്. അക്ഷതിന്റെ മരണത്തിന്റെ 8-ാം മാസമാണ് ഭാര്യയും മക്കളും മാതാവും ഒരേപോലെ ജീവിതം അവസാനിപ്പിച്ചത്. വടുതലയിലെ വാടക വീട്ടിൽ കഴിഞ്ഞ 2 മാസമായി ഇവർ അനുഭവിച്ചിരുന്ന മാനസിക സംഘർഷങ്ങളും ഒളിച്ചോട്ടത്തിന്റെ കാരണങ്ങളും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്.